Activity 11. Pick up the parts of the sentence from the story and complete the following. Pick up the parts of the sentence from the story and complete the following. കഥയിലെ ഭാഗങ്ങൾ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. നമ്പർ 1. After many years of hard work, dash. 2. A farmer lived in a dash. 3. The king started increasing the dash. 4. Carefully he kept the coin in dash. 5. The soldiers chased the farmer, caught him dash. 6. Oh, it's a carnival dash. Arrange the sentences in the correct order and write them down in your notebook. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഓർഡർ, കഥയിൽ സംഭവിച്ച ഓർഡറിൽ എഴുതുക. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. കുറേ വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം അയാൾ ഗോൾഡ് കോയിൻ വാങ്ങാനുള്ള പണം സമ്പാദിച്ചു. എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദ പാലസ്. കൊട്ടാരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. രാജാവ് അദ്ദേഹം ഓഫർ ചെയ്യുന്ന നാണയങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു. കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ് ആൻഡ് പ്ലേസ്ഡ് ദ ബ്രിക്ക് ബാക്ക്. വളരെ ശ്രദ്ധാപൂർവം അയാൾ ആ കോയിൻ ഗ്യാപ്പിൽ, വിടവിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇഷ്ടിക തിരികെ വെച്ചു. ദ സോൾജേഴ്സ് ചേസ്ഡ് ദ ഫാർമർ, കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദ കിങ്. ഭടന്മാർ, പട്ടാളക്കാർ ഫാർമറിനെ പിന്തുടർന്ന് പിടിക്കുകയും രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരികയും ചെയ്തു. ഓ, ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. ഓ, അത് ഉത്സവമാണ്, എനിക്കത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഹിസ് വൈഫ് സെഡ്. അയാളുടെ ഭാര്യ പറഞ്ഞു. ഇനി ഇത് ഓർഡറിൽ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ. എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദ പാലസ്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് he earned enough to buy a gold coin. Carefully he kept the gold coin in the gap and placed the brick back. Oh, it's a carnival, I wish I could see it. The soldiers chased the farmer, caught him and took him to the king. The king started increasing the number of coins he offered. Activity 12. Read the following sentences and fill in the blanks with the suitable words. താഴെ പറയുന്ന സെൻറ്റൻസ് വായിച്ചിട്ട് വിട്ട ഭാഗം അനുയോജ്യമായ വാക്കുകൾ കൊണ്ട് ഫില്ല് ചെയ്യുക. എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ്. He was hardworking. He looked at the coin. It was shining. The guards caught him. They took him to the palace. The king saw the farmer. He wondered. The guards chased the farmer. They brought him to the king. The farmer's wife was angry. She scolded him. Next activity. Here are the pictures and some questions. Who is in the picture? What kind of a man was he? How did he get a gold coin? What did he do with the gold coin? What was the wish of the farmer's wife? What did the farmer's wife tell him? What did the farmer do then? What did the king give the farmer? Why was the king and farmer happy? Narrate the story in your words. You may draw pictures as well. ആ കഥ നിങ്ങളുടേതായ ഭാഷയിൽ, നിങ്ങളുടേതായ വാക്കിൽ ഇവിടെ എഴുതുക. പിക്ചേഴ്സും ഉൾപ്പെടുത്തുക. ദ ഓണസ്റ്റ് ഫാർമർ, സത്യസന്ധനായ കർഷകൻ. എ ഹാർഡ് വർക്കിംഗ് ഫാർമർ ലിവ്ഡ് നിയർ എ പാലസ്. കൊട്ടാരത്തിനടുത്ത് ഒരു കഠിനാധ്വാനിയായ കർഷകൻ താമസിച്ചിരുന്നു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്കിംഗ് ഹി ബോട്ട് എ ഗോൾഡ് കോയിൻ. ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം
അയാൾ ഒരു സ്വർണ്ണ നാണയം വാങ്ങി. ആൻഡ് ഡിസൈഡഡ് ടു കീപ്പ് ഇറ്റ് ഫോർ ദിയർ ഫ്യൂച്ചർ. അത് ഭാവിയിലേക്കായി സൂക്ഷിച്ചു വെക്കാൻ തീരുമാനിച്ചു. ഹി ഫെൽറ്റ് ദാറ്റ് ഹിസ് ഹൗസ് ഈസ് നോട്ട് സേഫ് പ്ലേസ് ടു കീപ്പ് ഇറ്റ്. തൻ്റെ വീട് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ സ്ഥലമല്ലെന്ന് അയാൾക്ക് തോന്നി. ആഫ്റ്റർ സെർച്ചിങ് ഫോർ എ വൈൽ ഹി ഫൗണ്ട് ഔട്ട് ദ സ്യൂട്ടബിൾ പ്ലേസ്. അത് സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം കുറേ സമയത്തെ അന്വേഷണത്തിന് ശേഷം അദ്ദേഹം കണ്ടെത്തി. ഇറ്റ് വാസ് ദ പാലസ് വാൾ. അത് കൊട്ടാരത്തിൻ്റെ മതിലായിരുന്നു. ഹി നോട്ടീസ്ഡ് എ ലൂസ് ബ്രിക്ക് ഓൺ ദ വാൾ ആൻഡ് പ്ലേസ്ഡ് ദ കോയിൻ അണ്ടർ ദാറ്റ്. ആ കൊട്ടാര മതിലിൽ ഒരു ഇഷ്ടിക ലൂസായി കിടക്കുന്നത് അയാൾ കണ്ടു. അതിനടിയിൽ ആ നാണയം സൂക്ഷിച്ചു. മന്ത്സ് പാസ്ഡ്. മാസങ്ങൾ കടന്നുപോയി. ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹേർഡ് ആൻ അനൗൺസ്മെന്റ്. ഒരു ദിവസം ഫാർമറും വൈഫും ഒരു അനൗൺസ്മെന്റ് കേട്ടു. ഇറ്റ് ഈസ് എ കാർണിവൽ, ഐ വാണ്ട് ടു ഗോ ദർ. അത് ഉത്സവമാണ്, എനിക്ക് അവിടെ പോകണം. ഹിസ് വൈഫ് സെഡ്. അയാളുടെ ഭാര്യ പറഞ്ഞു. ഫാർമർ ബിക്കെയിം സാഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഹി ഹാസ് നോ മണി. കർഷകന് സങ്കടമാവുകയും തൻ്റെ കയ്യിൽ പണമില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഷീ സ്കോൾഡഡ് ഹിം. അവൾ വഴക്കുണ്ടാക്കി. ആഫ്റ്റർ എ വൈൽ ഹി റിമെമ്പേർഡ് അബൌട്ട് ദ ഗോൾഡ് കോയിൻ ആൻഡ് ഡിസൈഡഡ് ടു ടേക്ക് ബാക്ക്. അപ്പോഴാണ് അയാൾക്ക് ഗോൾഡ് കോയിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അത് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. ഹി വെന്റ് ടു ദ പാലസ് ആൻഡ് ദ King's guards noticed him. They caught him and presented before the king. കൊട്ടാരത്തിലേക്ക് പോയ സമയത്ത് കൊട്ടാരത്തിലെ ഭടന്മാർ ഇയാളെ കാണുകയും രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോവുകയും ചെയ്തു. വിത്ത് ഫിയർ ഹി എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ടു ദ കിങ്. ഭയത്തോടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം രാജാവിനോട് അയാൾ പറഞ്ഞു. കിങ് ഡിസൈഡഡ് ടു മേക്ക് സം ഫൺ ആൻഡ് ഓഫേർഡ് the farmer more coins instead of his coin. രാജാവ് അയാളെ കുറച്ച് തമാശയാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അയാളുടെ കോയിനു പകരം വേറെ കുറേ കോയിൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ബട്ട് ദ ഓണസ്റ്റ് ഫാർമർ റിജക്റ്റഡ് ഓൾ ഓഫേഴ്സ് ആൻഡ് ഓൺലി ആസ്ക്ഡ് ഫോർ ഹിസ് കോയിൻ. പക്ഷെ സത്യസന്ധനായ ആ കർഷകൻ അദ്ദേഹത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും താഴ്മയോടെ നിരസിക്കുകയും തൻ്റെ കോയിൻ തിരിച്ചു നൽകാൻ തൻ്റെ കോയിൻ തന്നെ വേണമെന്ന് ചോദിക്കുകയും ചെയ്തു. ദ കിങ് ബിക്കെയിം സോ ഹാപ്പി. രാജാവിന് വളരെ സന്തോഷം തോന്നി. ആൻഡ് ഹി ഗിഫ്റ്റഡ് ദ ഫാർമർ മെനി കോയിൻസ്. രാജാവ് അയാൾക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കൂടുതൽ സമ്മാനങ്ങളായി നൽകി. ആക്ടിവിറ്റി 18. ഒബ്സർവ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി. ചിത്രം നന്നായിട്ട് നിരീക്ഷിക്കുക. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. Look at the pictures. Here is a cat, naughty cat, and here is his mother. He is very naughty, like you. Yes. Write the story based on these pictures. The naughty cat. Tom, a naughty cat who loved playing all day. ടോം എന്ന ഒരു വികൃതിയായ പൂച്ചയുണ്ടായിരുന്നു. അവന് എപ്പോഴും കളിക്കാനാണ് ഇഷ്ടം. വൺ ഡേ ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം സ്കൂൾ ഹി വാസ് റണ്ണിങ് അറൗണ്ട് ദ ഹൗസ്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നെത്തിയ ശേഷം അവൻ വീട്ടിൽ മുഴുവൻ ഓടാൻ തുടങ്ങി. ത്രോയിങ് ടോയ്സ് ആൻഡ് സ്കാറ്ററിങ് ബുക്സ് എവരിവർ. കളിപ്പാട്ടങ്ങളൊക്കെ എറിഞ്ഞു, ബുക്കൊക്കെ അവിടെ എവിടെയും വാരി ചിതറി ഇട്ടു. He even knocked over a stack of plates in the kitchen. അവൻ കിച്ചണിലെ പാത്രങ്ങളിലൊക്കെ മറിച്ചിട്ടു. മേക്കിംഗ് എ ബിഗ് മെസ്. വീട് മുഴുവൻ ആകെ വൃത്തികേടാക്കി. When his mother saw the chaos, she scolded him gently and explained how important it is to keep the house clean. ഇതൊക്കെ അമ്മ പൂച്ച കണ്ട് വരികയും അവൾ അവനെ വഴക്കു പറയുകയും ചെയ്തു. എന്നിട്ട് വീട് നല്ല വൃത്തിയായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവനോട് മെല്ലെ സംസാരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഡേ ഹിസ് ടീച്ചർ ടോട്ട് ഹിം അബൌട്ട് നീറ്റ്നെസ് ഇൻ ദ ക്ലാസ്. തൊട്ടടുത്ത ദിവസം അവൻ്റെ ടീച്ചർ
ക്ലാസ് എങ്ങനെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണമെന്നത് പഠിപ്പിച്ചു. ഫീലിംഗ് അഷെയിംഡ്, ടോം ഡിസൈഡഡ് ടു മേക്ക് തിങ്സ് റൈറ്റ്. അത് കേട്ടിട്ട് ടോമിന് ആകെ ലജ്ജ തോന്നുകയും എല്ലാം കൃത്യമായി ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. He picked up the toys, folded the clothes, swept the floor, and neatly arranged the books on the shelf. The house looked beautiful again. അവൻ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു. അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഒതുക്കി പറക്കി വെച്ചു, വസ്ത്രങ്ങൾ മടക്കി വെച്ചു, ഫ്ലോർ ക്ലീൻ ചെയ്തു, സ്വീപ്പ് ചെയ്തു, തുടച്ചു. ആൻഡ് നീറ്റ്ലി അറേഞ്ച്ഡ് ദ ബുക്സ് എല്ലാം ഷെൽഫിൽ നന്നായിട്ട് അടുക്കി പറക്കി വെച്ചു. ദ ഹൗസ് ലുക്ക്ഡ് ബ്യൂട്ടിഫുൾ അഗെയിൻ. ആ വീട് നല്ല മനോഹരമായി മാറി. ഹിസ് മദർ സ്മൈൽഡ് ആൻഡ് പ്രേസ്ഡ് ഹിം ഫോർ ബീയിങ് റെസ്പോൺസിബിൾ. അവൻ്റെ അമ്മ നല്ല ചിരിക്കുകയും അവനെ പുകഴ്ത്തി സംസാരിക്കുകയും നല്ല ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറിയതിന് നല്ലത് പറയുകയും ചെയ്തു. ഫ്രം ദാറ്റ് ഡേ ഓൺവേഴ്സ് ടോം ഓൾവേസ് ഹെൽപ്ഡ് ഹിസ് മദർ ടു കീപ് ദ ഹൗസ് ക്ലീൻ. അതിന് തൊട്ടടുത്ത ആ ദിവസം മുതൽ ടോം അവൻ്റെ അമ്മയെ എപ്പോഴും ഹൗസ് ക്ലീനാക്കി വെക്കാൻ സഹായിക്കുമായിരുന്നു. ബ്യൂട്ടിഫുൾ സ്റ്റോറി അല്ലേ? ഹാർഡ് വർക്ക് കൗണ്ട്സ്. വൺസ് ദർ ലിവ്ഡ് എ റെഡ് ഹെൻ. ഒരിടത്ത് ഒരു ചുവന്ന കോഴി ഉണ്ടായിരുന്നു. ഷീ വാസ് ഹാർഡ് വർക്കിംഗ്. അവൾ വളരെ കഠിനാധ്വാനിയായിരുന്നു. ബട്ട് ഹെർ ഫ്രണ്ട്സ് ദ കൗ, ദ ഡോഗ് ആൻഡ് ദ പിഗ് വേർ വെരി ലേസി. പക്ഷെ അവളുടെ കൂട്ടുകാരായ പശു, നായ, പന്നി എന്നിവർ വലിയ മടിയന്മാരായിരുന്നു. വൺ ഡേ ഷീ ഗോട്ട് സം വീറ്റ്. ഒരു ദിവസം അവൾക്ക് കുറെ ഗോതമ്പ് കിട്ടി. ഷീ വാണ്ടഡ് ടു മേക്ക് എ കേക്ക്. അവൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കണമായിരുന്നു. ഷീ ആസ്ക്ഡ് ഹെർ ഫ്രണ്ട്സ് ഫോർ ഹെൽപ്പ്. അവൾ അവളുടെ സുഹൃത്തുക്കളോട് സഹായത്തിനായി ചോദിച്ചു. ബട്ട് ദേ ഡിഡിൻറ്റ് ഹെൽപ്പ്. അവർ അവളെ സഹായിച്ചില്ല. സോ ദ ഹെൻ ഗ്രൗണ്ട് ദ വീറ്റ് ആൻഡ് മെയ്ഡ് ദ ഫ്ലോർ ഹെർസെൽഫ്. അതുകൊണ്ട് കോഴി തന്നെ ആ ഗോതമ്പ് പൊടിയാക്കി മാറ്റി. മീൻ വയൽ ഹെർ ഫ്രണ്ട്സ് പ്ലേഡ് വിത്ത് ഗാഡ്ജറ്റ്സ്. ആ സമയത്ത് അവളുടെ ഫ്രണ്ട്സ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ കളിക്കുകയായിരുന്നു. ഷീ ബേക്ക്ഡ് ദ കേക്ക് ഓൾ ബൈ ഹെർസെൽഫ്. അവൾ സ്വന്തം തന്നെ കേക്ക് ഉണ്ടാക്കി. വെൻ ദ കേക്ക് വാസ് റെഡി ഹെർ ഫ്രണ്ട്സ് കെയിം ടു ഈറ്റ് ഇറ്റ്. കേക്ക് റെഡിയായപ്പോൾ അവളുടെ ഫ്രണ്ട്സ് കൊതിയോടെ അത് തിന്നാൻ വന്നു. ഹൂ ഡിഡ് ഓൾ ദ വർക്ക്? ആരാണ് എല്ലാ പണിയും ചെയ്തത്? ദ ഹെൻ ആസ്ക്ഡ്. കോഴി ചോദിച്ചു. യു, നീയാണ്. ഓൾ സെഡ്. എല്ലാവരും പറഞ്ഞു. ഇഫ് സോ ഹൂ ഡിസേർവ് ദ കേക്ക്? അങ്ങനെയാണെങ്കിൽ ഈ കേക്ക് ആർക്ക് അവകാശപ്പെട്ടതാണ്? ദ ഹെൻ ആസ്ക്ഡ്. കോഴി ചോദിച്ചു. ഹെർ ഫ്രണ്ട്സ് അണ്ടർസ്റ്റുഡ് ദെയർ മിസ്റ്റേക്സ്. അവളുടെ കൂട്ടുകാർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. ദേ ഫെൽറ്റ് അഷെയിംഡ്. അവർക്ക് ലജ്ജ തോന്നി. ഡോൺ വറി. വിഷമിക്കേണ്ട. ദിസ് ടൈം ഐ ഷാൾ ഷെയർ ദ കേക്ക് വിത്ത് യു. ഇത്തവണ നിങ്ങൾക്ക് ഞാൻ കേക്ക് ഷെയർ ചെയ്യാം. ബട്ട് ഡോണ്ട് ബി ലേസി എനിമോർ. പക്ഷേ ഇനി നിങ്ങൾ മടിയന്മാരാവാൻ പാടില്ല. ആക്ടിവിറ്റി 14 ഡിജി ടാസ്ക്. വീഡിയോ ക്ലിപ്പ്. ദിസ് ഈസ് ദ ടൈം ഓഫ് ഫെസ്റ്റിവൽസ്. പ്രിപ്പയർ എ വീഡിയോ ഓഫ് എ ഫെസ്റ്റിവൽ ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് സെൻഡ് ഇറ്റ് യുവർ ടീച്ചർ. നിങ്ങളുടെ പ്രദേശത്തെ ഒരു ഫെസ്റ്റിവലിൻ്റെ വീഡിയോ എടുത്ത് ടീച്ചറിന് അയക്കാനാണ് പറയുന്നത്. ഓഡിയോ ഡയറി. റെക്കോർഡ് ആൻ ഓഡിയോ നറേഷൻ ഓഫ് ദ വേരിയസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് സെൻഡ് ഇറ്റ് യുവർ ടീച്ചർ. നിങ്ങളുടെ പ്രദേശത്തെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വ്യത്യസ്ത തരം ജോലികളെ കുറിച്ച് ഒരു ഓഡിയോ നറേഷൻ, ഒരു വിവരണം വോയിസ് ആക്കിയിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയക്കുക. മൈ വേർഡ് ബാങ്ക്. ലിസ്റ്റ് ദ വേർഡ്സ് യു ഹാവ് ലേൺഡ് ആൻഡ് ഓർഗനൈസ് ദം ആൽഫബറ്റിക്കലി ഇൻ യുവർ നോട്ട്ബുക്ക്. കഥയിൽ പഠിച്ച വേർഡ്സ് എല്ലാം ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നോട്ട് ബുക്കിൽ എഴുതുക. പേര് മൈ വേർഡ് ബാങ്ക്.